ഈ ഒരു വീട് ഞാനാണ് വിൽക്കാൻ വെച്ചിരുന്നെങ്കിൽ ഒരു 1.60 ചോദിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ അതിന് നല്ല വിലക്കുറവിലാണ് ഈ പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവിന് സമീപമാണ്. വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 650 മീറ്റർ മാത്രം വന്നാൽ മതി നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും. ടോട്ടലായിട്ട് 5.25 സെന്റിൽ 2600 സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളായിട്ട് ഇഷ്ടികയിലും തേക്കുംതടിയിലും നിർമ്മിച്ച വീടാണ്. തേക്കുംതടി എന്ന് പറഞ്ഞാൽ മുൻവശത്ത് എവിടെയെങ്കിലും മാത്രമല്ല, നമുക്കിതിനകത്തുള്ള ജനലിൻ്റെ കട്ടളയായാലും എല്ലാവിധ പണികളും നമുക്കിതിനകത്ത് തേക്കുംതടിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ബിൽഡ് ക്വാളിറ്റിയിൽ ചെയ്ത അത്യാവശ്യം വലിയൊരു വീട് നല്ലൊരു റേറ്റിന് സ്വന്തമാക്കാം. നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഈ രീതിയിലാണ് മുറ്റമൊക്കെ വരുന്നത്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ നമ്മുടെ തോക്ക്മുക്ക് ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും വലതുവശത്തായിട്ട് കോണ്ടിനെന്റൽ ഗാർഡൻസ് എന്ന് പറഞ്ഞ ബോർഡ് കാണാം. തോപ്പുമുക്ക് ജംഗ്ഷൻ എന്ന് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 400 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ വലത്തോട്ട് കോണ്ടിനെന്റൽ ഗാർഡൻസ്, അതിനകത്തേക്ക് കയറി 250 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും. ഒത്തിരിയധികം വീടുകളുള്ള ലൊക്കേഷനാണ്. മുൻവശത്ത് ഒരു 2 കാർ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കിട്ടും. ഈ കാണുന്നത് പോലെയാണ് നമ്മുടെ മുൻവശത്തെ വാതിൽ വരുന്നത്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ എല്ലാം തേക്കുംതടിയിലാണ് ഇതിനകത്തുള്ള തടിപ്പണികളെല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഫീൽ ഇല്ലേ. ഇവിടെ TV യൂണിറ്റ് വയ്ക്കാം. വളരെ വലിയൊരു ലിവിങ് സ്പേസ് ആണ്. ഇവിടെ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിനെല്ലാം നല്ലതുപോലെ പ്രകാശം കിട്ടും. ആ പ്രകാശം കിട്ടാനുള്ള പ്രൊവിഷൻ എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. വലിയ വലിയ ജനലുകൾ, ഈ കാണുന്നത് പോലുള്ള പ്രൊവിഷൻ, മേളിൽ പർഗോളാസ്, അങ്ങനെ എല്ലായിടത്തു നിന്നും നല്ലതുപോലെ പ്രകാശം കിട്ടും. ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം. ഇത് നമ്മുടെ വാഷ് ഏരിയ വരും. കിച്ചൺ നോക്കിയേ, നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ലക്ഷറി രീതിയിൽ കാണുന്ന രീതിയിലാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഫേബറിന്റെ ചിമ്മിനിയും ഹോബുമാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അവിടെ നേരെ വരുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലേക്കാണ്. ഇവിടെ ആയാലും ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് കാണാം. ഇതെല്ലാം തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് വെച്ചിട്ടുള്ളത്. പിൻവശത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. നമുക്ക് താഴത്തെ നിലയിൽ തന്നെ 2 ബെഡ്റൂംസ് വരുന്നുണ്ട് കേട്ടോ. ഇതേ സെയിം ലേഔട്ടിൽ തന്നെ മേളിലും നമുക്ക് 2 ബെഡ്റൂംസ് വരും. ഇതാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്കിതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിപ്പോൾ പൈപ്പ് ഫിറ്റിംഗ്സ് ആയാലും ക്ലോസറ്റ് ആയാലും വാഷ് ബേസിനായാലും ഷവർ യൂണിറ്റ് ആയാലും എല്ലാം തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ആ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം വരും. ഇതിൽ നോക്കുകയാണെങ്കിലും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകളിലും ഇതുപോലെ 3 പാളിയിലെ വലിയൊരു കബോർഡ് തന്നെ കാണാൻ സാധിക്കും. സീലിംഗിലെല്ലാം തന്നെ ഇതുപോലെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ സിമിലർ ഫിറ്റിംഗ്സ് ആണ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ വലിയൊരു കോമൺ സ്പേസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ താഴത്തേക്ക് ഒരു വിസിബിലിറ്റി കിട്ടും. ഇവിടെ എല്ലാം തന്നെ ഈ ജനലുകളും പർഗോളാസവും കൊടുത്ത് നല്ലതുപോലെ തന്നെ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട്. നമ്മൾ താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ 2 ബെഡ്റൂംസ്, ഒന്ന് ആ ഭാഗത്തായിട്ട് ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം. സെയിം ലേഔട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. അവിടെ നിന്ന് നമ്മുടെ ഈ കാണുന്നത് പോലെ ഒരു ഓപ്പൺ ടെറസിലേക്ക് എൻട്രി വരും. ഇവിടെയുള്ള വാതിലായാലും എല്ലാം തന്നെ ഒരിടത്തും തടി വേറൊരു സാധനം ഇല്ല കേട്ടോ. എല്ലാം തന്നെ ടീക്കൂട്ടിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ രീതിയിൽ വലിയൊരു ഓപ്പൺ ടെറസ് കിട്ടും. ഇവിടെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയോ ആ ഭാഗത്തോ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം തന്നെ ടൈലിട്ട് നീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് മുൻവശത്തേക്ക് വലിയൊരു ബാൽക്കണി സ്പേസും വരുന്നുണ്ട്. വട്ടിയൂർക്കാവ് ജംഗ്ഷനോട് ഇത്രയും അടുത്ത് കിടക്കുന്ന പ്രോപ്പർട്ടിക്ക് അവർ ചോദിച്ചിരിക്കുന്ന വിലയാണ് ഹൈലൈറ്റ്. ടോട്ടലായിട്ട് 5.25 സെന്റിൽ 2600 സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു വീടാണ്. ഫുള്ളായിട്ട് ഇഷ്ടികയിലും തേക്കുംതടിയിലും നിർമ്മിച്ചിട്ടുള്ള വീടാണ്. ചോദിച്ചിട്ടുള്ള വില 1,35 ലക്ഷം രൂപയാണ്. സാധാരണഗതിയിൽ ഈ ചുറ്റോട്ടത്തൊക്കെ താവൂക്കിൽ സാധാരണ തടികളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന വീടിൻ്റെ ഒരു വിലയെ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും.